നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു പ്ലാനിലൂടെയാണ് മുന്നോട്ട് പോയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ദിവസം കൊണ്ടോ ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ ചെറിയ കാലം കൊണ്ട് നിങ്ങൾക്ക് അതിസമ്പന്നനാവാനുള്ളതല്ല. നിങ്ങളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ നാളെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു കോടീശ്വരനായിട്ട് മാറുന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ മാറ്റുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട ഗൈഡൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോ കാണും. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ വേണ്ടത് കൃത്യമായ ഒരു പ്ലാനിങ് ആണ്. ആ പ്ലാനിങ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ വേണ്ടത്, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ പ്ലാൻ ചെയ്യുക, 10 വർഷം കൊണ്ട് ഈ 10 ലക്ഷം രൂപ എനിക്ക് ഇത്രത്തോളം ആയി കിട്ടിയാൽ മതി. അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതായത് പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അവർക്കൊന്നും അറിയില്ല. അവർ 10 ലക്ഷം രൂപ കയ്യിലുണ്ട്, അവർക്ക് എന്തോ കിട്ടണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. എത്ര കിട്ടണം എന്നറിയില്ല, എന്താണ് കിട്ടേണ്ടതെന്ന് അറിയില്ല. എത്രയോ പൈസ കിട്ടണം. എത്രയോ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ കാര്യങ്ങൾ നടക്കും. ഇതെല്ലാം നിങ്ങൾ വേണ്ടത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, ആ പൈസ എനിക്ക് 5 വർഷം കൊണ്ട് ഇത്രയാക്കി മാറ്റാൻ പറ്റണം, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഇത്രയാക്കി മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇത്ര സമ്പാദ്യമുണ്ട്, ആ സമ്പാദ്യത്തിന് എനിക്ക് ഇത്ര വർഷം കൊണ്ട് ഇത്രയാക്കി മാറ്റണം. അത് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അത് നിങ്ങൾ ഓരോരുത്തരും പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഞാൻ എൻ്റെ പ്ലാൻ വെച്ചിട്ട് നിങ്ങളടുത്ത് പറയുകയാണ് നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ 1 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയാക്കണം. അതല്ല വേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് 2 ലക്ഷം രൂപ മതിയാവും. നിങ്ങളെ നീഡ്സ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം മതിയാവും. അല്ലെങ്കിൽ എൻ്റെ ആവശ്യം വെച്ച് നോക്കുമ്പോൾ എനിക്കത് 2 ലക്ഷം മതിയാവില്ല, എനിക്ക് 10 ലക്ഷം വേണ്ടി വരും. അല്ലേ? ചില ആൾക്കാർ, നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് പോകുന്ന പല ആൾക്കാർ ആവശ്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് 10 കോടിയായാലും അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തികയില്ല. അവർക്കറിയില്ല അത്. കാരണം അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. ഈ 100 രൂപ ഒരു 10 വർഷം കൊണ്ട് എനിക്ക് ഇത്ര രൂപയാക്കി മാറ്റണം. ഗ്രീഡി ആവാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? റീസണബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിലവിലുള്ള ഏതൊരു സംവിധാനത്തിലൂടെ പോയാലും, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10,000 രൂപ എത്ര രൂപ കിട്ടും? നിങ്ങൾക്ക് 6% അല്ലെങ്കിൽ 7%, മാക്സിമം പോയാൽ 9% വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി അതല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സമ്പാദ്യശീലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഏതൊരു സമ്പാദ്യശീലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25% താഴെ റിട്ടേൺ ആണ്. ഒന്നിലും 25 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും 25, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 25% ഒക്കെ ആയിരിക്കും. ഇനി അതിനപ്പുറത്തേക്ക് കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അത് ഏത് രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, 25% റിട്ടേൺ ആണ് നിങ്ങൾക്ക് മറ്റേത് മേഖലകളിലൂടെ പോയാലും കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലായിക്കോ, നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കണമെന്ന് മനസ്സിലായിക്കോ. അത് ഗ്രീഡിനെസ് അല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ 50% കിട്ടണമെന്ന് മനസ്സിലായിക്കോ. അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് മാർഗ്ഗമുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ടൂൾസ് ഉണ്ട്. അത് ഏത് ടൂൾസ് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് എല്ലാ ടൂൾസും പരിചയപ്പെടുത്തും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാനിപ്പം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈ ചെയ്യാം, ഓപ്ഷൻ സെല്ല് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ബൈ ചെയ്യാം, ഫ്യൂച്ചർ സെല്ല് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിലേതാണോ നിങ്ങൾക്ക് സൂട്ട് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലാതെ നിങ്ങൾ വെറും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്താൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്താൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നോ, ഇതൊന്നുമല്ല. ഏത് തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് മാർഗ്ഗമുണ്ട്. അത് നിങ്ങൾ തീരുമാനിക്കണം. ഏത് രീതിയാണോ നിങ്ങൾക്ക് സൂട്ടാകുന്നത് ആ രീതി മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതാണ് നല്ലത്, ഇതാണ് നല്ലത്, എല്ലാം നല്ലതാണ്, ഒന്നും മോശമല്ല. പക്ഷേ അത് നിങ്ങൾക്ക് ഏതാണോ സൂട്ട്, നിങ്ങൾ എല്ലാ മേഖലകളിലും പോലെ നിങ്ങൾ ഏത് മേഖലകളിലേക്ക് പോയാലും അവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പല ജോലികളുണ്ടല്ലേ. നിങ്ങൾക്കിപ്പം എല്ലാവരും ഡോക്ടർ ആവണമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ? എല്ലാവരും എഞ്ചിനീയർ ആവണമെന്ന് കരുതിയാൽ ആ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ എല്ലാവരും മരപ്പണിക്കാരാണെങ്കിൽ മരപ്പണി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് പറ്റുന്ന പണി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലേ. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ പണിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പറ്റുന്ന ഒരു പണി തിരഞ്ഞെടുക്കാം. ആദ്യമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പണി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ്. പിന്നീട് നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മറ്റ് മേഖലകളിലേക്ക് പോകാൻ പറ്റും, മറ്റു പല വഴികളിൽ തേടാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം ഉണ്ടാക്കേണ്ടത് പ്ലാനാണ്. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് ഏത് റൂട്ടിലൂടെ പോയാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾ തീരുമാനിക്കുക, എൻ്റെ 1 ലക്ഷം രൂപ എനിക്ക് അടുത്ത 5 വർഷം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഇത്ര രൂപയാക്കണം. അങ്ങനെ നിങ്ങളൊരു പ്ലാനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് 1 ലക്ഷം രൂപ കൊണ്ട് വന്നിട്ട് 10,000 കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവർ 10,000 അല്ലെങ്കിൽ 20,000 രൂപയാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവർക്ക് പ്ലാനില്ല. ഈ 10,000 എന്ന് പറഞ്ഞാൽ അവരെ സ്വപ്നത്തിന് അപ്പുറത്തേക്ക്, അവരെന്താണോ സ്വപ്നം കണ്ടത് അതിനപ്പുറത്തേക്ക് നേടാനുള്ളതാണ്. 1 ലക്ഷം രൂപ കൊണ്ട് 10,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കിയാൽ
ഉണ്ടാക്കിയത്. എന്നാൽ 1 ലക്ഷം രൂപ കൊണ്ട് 10,000 15,000 ഉണ്ടാക്കിയിട്ട് ഇന്നും മതിയാവാതെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന ആളുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ 80% കൂടുതൽ. അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പലരും നഷ്ടം സംഭവിച്ചവരെ കാണുന്നത്, അല്ലെങ്കിൽ കയ്യിലുള്ള സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 25%-അപ്പുറം നിങ്ങൾ 50% ആഗ്രഹിച്ചോ, ഒരു വർഷം നിങ്ങൾക്ക് മറ്റേത് മേഖലകളിൽ നിന്നും കിട്ടാത്ത, ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാത്ത ഒരു എമൗണ്ട് നിങ്ങൾ ആഗ്രഹിച്ചോ, നിങ്ങൾ 50% ആഗ്രഹിച്ചോ. 50% ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അത് നേടാൻ കഴിയുക എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു.